ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA BCom സെക്കൻഡ് സെമ്മിൻ്റെ ലാംഗ്വേജ് പേപ്പറായ മലയാള സാഹിത്യം എന്ന ഗ്രന്ഥത്തിലെ സെക്കൻഡ് ബ്ലോക്കിലെ 9ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ യൂണിറ്റിലെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഒപ്പം നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ കഴിഞ്ഞ വീഡിയോയിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ നമ്പർ നോക്കിയിട്ട് വാട്സപ്പിൽ വന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. പെയ്ഡ് നോട്ട്സാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. പിന്നെ മലയാളം മാത്രമല്ല കേട്ടോ നോട്ട്സ് പറയാറുണ്ട് എല്ലാ വീഡിയോയിലും, ഇപ്പം ഞാൻ ആവർത്തിക്കണില്ല. ബ്ലോക്ക് 2 കഥയാണ്, ചെറുകഥയാണ്. അതിൽ 9ാമത്തെ യൂണിറ്റ് M. മുകുന്ദൻ്റെ ഡൽഹി 1981 എന്ന ചെറുകഥയാണ്. അപ്പോൾ അത് നമ്മൾ മുകുന്ദനെ കുറിച്ചൊന്ന് വിവരിക്കുക, എന്നിട്ട് പോവാം കഥയിലേക്ക്. ചെറുകഥയുടെ ആധുനിക ഘട്ടത്തിലെ എല്ലാ പ്രവണതകളും കഥകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കഥാകൃത്താണ് M. മുകുന്ദൻ. എല്ലാ ട്രെൻഡുകളും പരീക്ഷിച്ച് വിജയിച്ച ഒരു വ്യക്തി കൂടിയാണ് M. മുകുന്ദൻ. പരിസ്ഥിതി, ദളിത്, ഫെമിനിസം, മാധ്യമ കേന്ദ്രീകൃത രചന, പ്രവാസം, സൈബർ ചരിത്രാത്മകത, അതുപോലെ അതിഥികഥ തുടങ്ങി എല്ലാ സാഹിത്യ പ്രവണതകളും മുകുന്ദൻ തൻ്റെ കഥകളിൽ എന്താ പറയുക പയറ്റി പോന്നിട്ടുള്ള ആളാണ്. അത് നമുക്കതിൽ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ കഥകളിൽ ഈ പറയപ്പെട്ട സംഗതികളെല്ലാം നമുക്ക് കാണാൻ കഴിയും. 1980കളിൽ ഡൽഹിയിൽ നടന്ന ഒരു സംഭവത്തെ ആ കാലയളവിൽ തന്നെ അദ്ദേഹം ചെറുകഥയാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഇതേ സംഭവം തന്നെ ഡൽഹിയിൽ ആവർത്തിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കുട്ടമാനഭംഗത്തിനിരയായ നിർഭയ എന്ന പെൺകുട്ടിയുടെ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ ഈ സംഭവം മുൻകൂട്ടി കണ്ടതുപോലെയാണ് മുകുന്ദൻ 1981 എന്ന ഈ കഥ എഴുതിയിരിക്കുന്നത്. ഡൽഹിയിലെ ഔദ്യോഗിക ജീവിതം നയിച്ചിരുന്ന കഥാകൃത്ത് അതായത് M. മുകുന്ദൻ നേരിട്ട് കണ്ട ഒരു സംഭവത്തെയാണ് കഥയാക്കി മാറ്റിയത്. മുകുന്ദൻ്റെ ഉൾക്കാഴ്ചയാണ് നമുക്കിതിൽ ഈ ഒരു എന്താ പറയുക ഈ കഥയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചയാണ് കഥ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നത്. മുന്നുപാധിയായിട്ട് നിർഭയ എന്ന ഡൽഹി പെൺകുട്ടിയുടെ ദുരന്തം നമുക്കിതിനൊരു ഉദാഹരണമായിട്ട് പറയുകയും ചെയ്യാം. അതായത് ഒരു ഉൾക്കാഴ്ചയാണ് എന്ന് കാണിക്കുന്നതിനുള്ളൊരു ഉദാഹരണമായിട്ട് നമുക്കത് പറയുകയും ചെയ്യാം. സ്ത്രീകൾക്കെതിരെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചൂഷണങ്ങളെയും സമകാലീന സംഭവങ്ങളെയും ഒക്കെ ഉദാഹരണമായി സൂചിപ്പിക്കുകയും ചെയ്യാം നമുക്കതിൽ. പൊയ്ഷയുടെ മരണം, സൗമ്യവധം, വാളയാർ പെൺകുട്ടിയുടെ മരണം, ഇതൊക്കെ എന്താണ് ഇരകൾക്ക് ശരിയായ അതിലൊക്കെ അനുഭവിച്ച് പറയപ്പെട്ട ആളുകൾക്ക് ഇരകൾക്ക് ശരിയായ നീതി കിട്ടിയോ എന്ന ചോദ്യം നിലനിൽക്കെ തന്നെ ഈ കഥയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്നാണ്. അക്കാലത്ത് ഡൽഹിയിൽ നടന്ന സംഭവത്തെ M. മുകുന്ദൻ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ട് എഴുതിയ കഥയാണ് ഡൽഹി 1981 എന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഐഡിയ കിട്ടിക്കാണും അല്ലേ. ഇനി M. മുകുന്ദനെ കുറിച്ച്. പ്രശസ്ത മലയാള സാഹിത്യകാരനാണ് M. മുകുന്ദൻ. കേരളത്തിലെ ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്ന മയ്യഴി, ഇന്ന് നമ്മൾ മാഹി എന്ന് വിളിക്കുന്നതാണ്, പഴയ കാലത്ത് മയ്യഴി എന്ന പേരിൽ, മയ്യഴിയിൽ 1942 സെപ്റ്റംബർ 10 M. മുകുന്ദൻ്റെ ജനനം, അല്ലെങ്കിൽ അദ്ദേഹം ജനിച്ചത്. തൻ്റെ ആദ്യ സാഹിത്യ സൃഷ്ടിയായ ചെറുകഥ 1961 പ്രസിദ്ധീകരിച്ചത്. ആരുടെ? മുകുന്ദൻ്റെ. പിന്നീട് മുകുന്ദൻ ധാരാളം നോവലുകളും ചെറുകഥകളും എഴുതിയിട്ടുണ്ട്. ഉദ്യോഗത്തിൻ്റെ ഭാഗമായി മുകുന്ദൻ്റെ ജീവിതം പിൽക്കാലത്ത് ഡൽഹിയിലേക്ക് അതായത് പറിച്ചു നടുകയായിരുന്നു, എന്നാൽ അങ്ങോട്ട് മാറ്റപ്പെടുകയായിരുന്നു. ഡൽഹി ജീവിതവും മുകുന്ദൻ്റെ തൂലികയിൽ സാഹിത്യ കലാസൃഷ്ടിയായിട്ട് വന്നിട്ടുണ്ട്. മുകുന്ദൻ്റെ സൃഷ്ടികളുടെ ഉടനീളം ഫ്രഞ്ച് അധിനിവേശ സ്മരണകളും മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ തുടിപ്പുകളുമാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ മയ്യഴിയുടെ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എന്താണ്? മയ്യഴിയുടെ കഥാകാരൻ എന്ന അപരനാമത്തിൽ അദ്ദേഹം അറിയപ്പെടാറുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലാണ് മുകുന്ദൻ്റെ നൃത്തം എന്ന നോവൽ. മുകുന്ദൻ എഴുതിയ നൃത്തം എന്ന നോവലാണ് വൺ വേർഡ് ചോദിക്കാറുണ്ട് കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഏത് ചോദിക്കാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ സൈബർ നോവൽ എഴുതിയത് ആര് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ M. മുകുന്ദൻ എഴുതിയ നൃത്തം എന്ന നോവലാണ് മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ. ഇനി ഒരുപാട് പുരസ്കാരങ്ങൾ, എഴുത്തച്ഛൻ പുരസ്കാരം 2018 നേടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം 5 തവണ നേടിയിട്ടുണ്ട്. ഫ്രഞ്ച് സർക്കാരിൻ്റെ ഷെവലിയർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ബഹുമതി 1998 അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 1985 അദ്ദേഹം നേടിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, വയലാർ പുരസ്കാരം, MP പോൾ പുരസ്കാരം, മുട്ടത്തു വർക്കി പുരസ്കാരം, NV പുരസ്കാരം തുടങ്ങിയ ഒരുപാട് പുരസ്കാരങ്ങളുടെ ഒരു എന്താ പറയുക നീണ്ട നിര തന്നെ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്.
പ്രധാന കൃതികൾ ഒരുപാടുണ്ട്, ഒന്നിച്ച് അങ്ങനെ പറയണില്ല. നിങ്ങളത് വൺ വേർഡ് വരുന്നുള്ളത് ഞാൻ വൺ വേർഡിൽ കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. ഇനി അദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് പോകാം. നമുക്ക് 1951 ഡൽഹിയിലെ സംഭവത്തെക്കുറിച്ച്. ആധുനിക കഥാകാരന്മാരിൽ നിന്നും സമകാലിക കഥാകാരന്മാരിൽ നിന്നും വ്യത്യസ്തനാണ് ആര്? എം മുകുന്ദൻ. അതെന്താ കാരണം എന്ന് വെച്ചാൽ സാഹിത്യ പ്രവണത, എല്ലാ തരത്തിലുള്ള സാഹിത്യ പ്രവണതകളും പരീക്ഷിച്ച് വിജയിച്ച ഒരു കഥാകാരനാണ് ആര്? എം മുകുന്ദൻ. അതാണ് മറ്റുള്ളവരിൽ നിന്നൊക്കെ ആരെ വ്യത്യസ്തനാക്കുന്നത്? എം മുകുന്ദനെ വ്യത്യസ്തനാക്കുന്നത്. മയ്യഴിയുടെയും ഡൽഹിയുടെയും പശ്ചാത്തലമായിരുന്നു മുകുന്ദൻ്റെ ക്യാൻവാസിലധികം. അതായത് മാഹിയെ കേന്ദ്രമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ പഴയ മയ്യഴിയെ കേന്ദ്രമാക്കിക്കൊണ്ട്, ഡൽഹിയെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള കഥകളാണ് കൂടുതലും ആര് രചിച്ചിട്ടുള്ളത്? എം മുകുന്ദൻ രചിച്ചിട്ടുള്ളത്. ഡൽഹിയിലെ സാമൂഹ്യ വിരുദ്ധർ നടത്തിയ അഴിഞ്ഞാട്ടത്തിൻ്റെ യഥാർത്ഥമായ ആവിഷ്കാരമായിരുന്നു ഡൽഹി 1981 എന്ന് പറയുന്ന നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന കഥ. കവിതയിലേക്ക് പോകണം. രവീന്ദർ പാണ്ഡെ തൻ്റെ മുറിയുടെ ജനാലയിലൂടെ കണ്ട കാഴ്ച, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ അതാണ് കിഷോർലാൽ. അവർ രണ്ട് തമ്മിലുള്ളൊരു സംഭാഷണമാണ് ശരിക്കും ഈ ഡൽഹി 1981 എന്ന കഥ. അങ്ങനെയാണ് രവീന്ദർ പാണ്ഡെ അദ്ദേഹം മുറിയുടെ ജനാലയിലൂടെ ഇങ്ങനെ സംഭവം നടക്കുന്നത് കാണാണ്. ആ കണ്ട സംഭവം തൻ്റെ കൂട്ടുകാരനായ കിഷോർ ലാലിനോട് പങ്കുവെക്കുന്ന രീതിയിലാണ് ഡൽഹി 1981 എന്ന കഥ അദ്ദേഹം ആരംഭിക്കുന്നത്. അവരുടെ മുന്നിലെ പരന്നു കിടക്കുന്ന മൈതാനത്തിലൂടെ ഒരു കുഞ്ഞുമായിട്ട് ചെറുപ്പക്കാരായ ദമ്പതികൾ ഇങ്ങനെ നടന്നു വരികയാണ്. ആരാണത് കാണുന്നത്? രവീന്ദർ പാണ്ഡെ കാണുകയാണ്, ജനലിനോട് കൂടി കാണുകയാണ്. ആ ദില്ലിയിലെ പ്രസിദ്ധരായ തെമ്മാടികളായ നാനക് ചന്ദും രഘുവീറും മൈതാനത്തിൻ്റെ മറുഭാഗത്ത് ഇരിക്കുന്നുണ്ടായിരുന്ന സമയത്ത്, ആ ചെറിയ ഫാമിലി ഇങ്ങനെ വരുന്ന സമയത്ത് ഈ രഘുവീറും അതുപോലെ തന്നെ നാനക് ചന്ദും എന്ന് പറയുന്ന ഡൽഹിയിലെ തെമ്മാടികളാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതായത് ചെറ്റത്തരം ചെയ്യുന്ന ആളുകൾ, അവരൊരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. ദമ്പതിമാരടുത്തെത്തിയപ്പോൾ തെമ്മാടികൾ എന്ത് ചെയ്തു? അവരുടെ വഴി തടഞ്ഞിട്ട് ദമ്പതിമാരെന്ത് ചെയ്തു? അവർ ഒഴിഞ്ഞു പോകാൻ ശ്രമിച്ചു. അതായത് അവരുമായിട്ടൊരു ഏറ്റുമുട്ടൽ വേണ്ട, നമ്മളെ വഴിക്ക് തന്നെ പോകാൻ സാരമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഒഴിഞ്ഞു പോകാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും നാനക് ചന്ദും രഘുവീറും അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഭർത്താവ് കുഞ്ഞിനെ ഭാര്യയെ ഏൽപ്പിച്ചിട്ട് പ്രതിരോധിക്കുന്നുണ്ട് ഇവരോട്. പക്ഷേ അതിനിടയിൽ അവിടെ എത്തിയ മറ്റൊരാളിനോട് ഭാര്യ സഹായം അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. അയാൾ വരികയും ചെയ്തിട്ടുണ്ട്. അതായത് വേറൊരാൾ പോകണ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കൂട്ടത്തിലുള്ള ഒരാളില്ലാത്തതുകൊണ്ട് സഹായം തേടില്ല. ആ രീതിയിൽ സ്ത്രീ സഹായം തേടിയപ്പോൾ അയാൾ സഹായിക്കാൻ വേണ്ടി വന്നു. പക്ഷേ തെമ്മാടികൾ അയാളെ ഭയപ്പെടുത്തി ഓടിച്ചു. സഹായിയായിട്ട് വന്ന ആളെ ഭയപ്പെടുത്തി ഓടിച്ചു. കാഴ്ചക്കാരായ രാജേന്ദർ പാണ്ഡെയും കിഷോർലാലും ഇത് കണ്ട് രസിക്കുകയാണ്. അവർ നാനക് ചന്ദിനെയും രഘുവീറിനെയും പ്രശംസിക്കുന്നുമുണ്ട്. നോക്കണം നിങ്ങൾ ആളുകളുടെ മൈൻഡ്. മൈതാനത്ത് സംഘർഷം മുറുകി തെമ്മാടികളായ ഒരു ചെറുപ്പക്കാരനെ ഉപദ്രവിക്കുകയാണ്. കരയുന്ന കുഞ്ഞിൻ്റെ വായിൽ അവർ തൂവാല തിരികെ കയറ്റാണ്. കുട്ടിയുടെ ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി തൂവാല തിരികെ കയറ്റി. യുവതിയെ മൈതാനത്തിൻ്റെ ഒരു ഭാഗത്തുള്ള ഖബർസ്ഥാനിൽ കൊണ്ടുപോയിട്ട് ഇരുവരും ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യും. മരമാടുന്ന സ്ഥലമാണ് കേട്ടോ ഖബർ എന്ന് പറയുന്നത്. ക്രൂരമായിട്ട് രണ്ടുപേരും ബലാത്സംഗം ചെയ്തു. അവർ നിരപരാധികളായ ദമ്പതിമാരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊല്ലുകയും ചെയ്തു. ഇതാണ് സംഭവം. അപ്പോൾ ഗുണ്ടകളെക്കാൾ ഇത് കണ്ട് ആനന്ദിച്ച പാണ്ഡെയും കൂട്ടുകാരനുമായിരുന്നു ആർക്ക് ദേഷ്യം, അവരോടായിരുന്നു ആർക്ക് ദേഷ്യം? നമ്മുടെ കഥാകാരന് ദേഷ്യം. ആ ദുഷ്ടത്വത്തിനെതിരെ ശബ്ദിക്കാൻ ആ നഗരത്തിൽ ആരും മുന്നോട്ട് വന്നില്ല എന്നാണ് കഥാകാരൻ പറയുന്നത്. ഭരണാധികാരികൾ ഖബറിനുള്ളിലെ ശബ്ദങ്ങൾ പോലെ നിദ്ര കൊണ്ടു എന്ന് പറഞ്ഞാൽ ഖബറിനുള്ളിൽ എന്താ ശബ്ദം? നിശബ്ദതയല്ലേ? അതുപോലെ നിശബ്ദത കൊള്ളുന്നുണ്ട് ഭരണാധികാരി. ഇത് കണ്ടറിഞ്ഞിട്ട് അവർ നിശബ്ദത കൊള്ളുകയാണ്. ഖബറിനുള്ളിലിരുന്ന പ്രാവുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരു ചെറിയ പ്രാവ് പറന്നു ചെന്ന് നാനക് ചന്ദിൻ്റെ തലയിലൊന്ന് ഒരു കൊത്തു കൊടുത്തു. അതായത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രാവ് വരെ ശ്രമിച്ചിട്ടും നിശബ്ദതയിലാണ്, ഭരണകർത്താക്കൾ നിശബ്ദതയിലാണ്. നാവ് നാനക് ചന്ദിൻ്റെ തലയിലൊരു കൊത്തു കൊടുത്തു. അതായത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുകുന്ദൻ ആ കഥ അവസാനിപ്പിക്കുകയാണ്. പ്രാവ് കൊത്തി എന്ന് പറഞ്ഞുകൊണ്ട് കഥ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ അവിടെ എന്താണ്? സഹാനുഭൂതി ഉറങ്ങുന്ന ശവകുടീരങ്ങളെപ്പോലെ രണ്ട് യുവാക്കളും അവളെ കല്ലെറിയുന്ന, അല്ലെങ്കിൽ ഈ കല്ലറയുടെ അടുത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവാണ്. കല്ലറയുടെ അടുത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുക. തകർന്ന മക്ബറയുടെ ചുമതല പ്രാവുകൾ അസ്വസ്ഥതയോടെ ആ രംഗം വീക്ഷിച്ച് കൊണ്ടിരിക്കുകയാണ് മേലെ നിന്നിട്ട്. അവർ എടോ അല്ലെങ്കിൽ അരേ യാർ, ഹിന്ദിയാണ്, ഡൽഹിയിലല്ലേ, അരേ യാർ, അവരവളെ ബലാത്സംഗം ചെയ്യാൻ കൊണ്ടുപോകുന്നു എന്ന് കിഷോർലാൽ ഉറക്കെ പറയുകയാണ്. അരേ ലാൽ എന്ന് പറഞ്ഞാൽ എടോ എന്നുള്ള അർത്ഥമാണ്.
ഒരു ഈസ്റ്റർമെൻ സിനിമാസ്കോപ്പ് സിനിമ കാണുന്ന മട്ടിലാണ് അവരത് കണ്ടാസ്വദിക്കുന്നത്. പ്രാവുകൾ ശബ്ദമുയർത്തുന്നുണ്ട്, എൻ്റെ മനുഷ്യർ നിശബ്ദരാണ്. പക്ഷേ എൻ്റെ ശബ്ദ മനുഷ്യർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാവുകൾ അവിടെ അതിനെതിരെ പ്രതികരിക്കാൻ കഴിയുന്ന വിധത്തിൽ ചെയ്തിട്ട് പോലും ആര് നിശബ്ദരാണ്? മനുഷ്യർ നിശബ്ദരാണ്. അതിനെതിരെ പ്രതികരിക്കുന്നില്ല മനുഷ്യർ. എം മുകുന്ദൻ്റെ ഡൽഹി 1981 അവരുടെ കൺമുന്നിൽ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങളോടുള്ള കാഴ്ചക്കാരുടെ നിന്ദ്യമായ മനോഭാവത്തിൻ്റെ ശക്തമായ രാഷ്ട്രീയ വ്യാഖ്യാനമാണ്. മലയാള സാഹിത്യത്തിലെ ആധുനികതയുടെ തുടക്കക്കാരിലൊരാളായ മുകുന്ദൻ ഒരു പാരമ്പര്യേതര ആഖ്യാനത്തിൻ്റെ രൂപത്തിൽ കഥയെ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. VC ഹാരിസ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഈ കഥ വിവർത്തനം ചെയ്തിട്ടുണ്ട്. വിവർത്തനം യഥാർത്ഥ വാചകത്തിൽ നിന്ന് നിഷ്ക്രിയമായ ആക്രമണത്തിൻ്റെ സൂക്ഷ്മത നിന്ന് അതിനെ മിഴിവോടെ തന്നെ എടുക്കുന്നുമുണ്ട്. അദ്ദേഹം അതിനെ നല്ല മിഴിവോട് കൂടിയിട്ട്, അതായത് എം മുകുന്ദൻ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി മിഴിവോട് കൂടിയിട്ട് കഥയെ അദ്ദേഹം എടുത്തിട്ടുമുണ്ട്. അതായത് മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു സംഭവം നേരിട്ട് കാണേണ്ടി വന്നതിൻ്റെ പ്രതിഷേധമായിട്ടാണ് എം മുകുന്ദൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ കഥ എഴുതിയിട്ടുള്ളത്. ഡൽഹി 1981 എന്ന കഥ എഴുതിയിട്ടുള്ളത്. ചുറ്റുപാട് എന്ത് സംഭവിച്ചാലും വീടിനകത്തിരുന്ന് അത് കണ്ട് രസിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളൊരു പരമാർത്ഥം കൂടി ഈ കഥയിലൂടെ അദ്ദേഹം നമുക്ക് കാട്ടിത്തരിക. ഇതുപോലെ ഒരു തെമ്മാടിത്തം നടന്നതിനെതിരെ ശബ്ദിക്കാൻ ആ മഹാനഗരത്തിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വേദനിപ്പിക്കുന്ന സത്യം. ജനസമുദ്രത്തിന് മുന്നിൽ ഘോരഘോരം സംസാരിക്കുന്ന രാഷ്ട്രീയക്കാർ ഇത് കണ്ടിട്ട് എന്താണ്? അവർ കണ്ടിട്ടുണ്ടാകും, എന്നിട്ട് അവർ കണ്ടില്ല എന്ന് നടിച്ച് നടക്കുകയാണ്. നിരപരാധികളായ ഒരു കുടുംബത്തെ നശിപ്പിക്കുന്നത് കണ്ട് രസിക്കുന്ന ആൾക്കൂട്ടം എല്ലാ നഗരത്തിലും ഉണ്ടാകും. അവർ മനസ്സാക്ഷി നഷ്ടപ്പെട്ടവരാണ് എന്നാണ് എം മുകുന്ദൻ പറയുന്നത്. ഈ നരകത്തെ കണ്ട് ആർക്കും പ്രതിഷേധിക്കാൻ കഴിയുന്നില്ല. നാളെ നമുക്ക് ഓരോരുത്തർക്കും ഇത്തരം അനുഭവം ഉണ്ടാകാം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ കഥ. അതിൻ്റെ പറയുന്നുണ്ടല്ലോ, എന്താണ്? ഒരു കൊച്ചരിപ്രാവിൻ്റെ പ്രതിഷേധം. അതായത് ഒരു പ്രാവ് വന്നിട്ട് നനച്ചതിന് തലയിൽ കുത്തുണ്ടല്ലോ. അപ്പോൾ ആ കൊച്ചരിപ്രാവിൻ്റെ പ്രതിഷേധം പ്രതീകാത്മകമായിട്ടാണ് എഴുത്തുകാരൻ കഥയിൽ കൊണ്ടുവരുന്നത്. ആരാണ് ആ കൊച്ചരിപ്രാവ്? എം മുകുന്ദൻ തന്നെ. അതായത് ഇതിനെതിരെ ശബ്ദിക്കുന്നത് ഈ ഒരൊറ്റ വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തി ശബ്ദിച്ചതുകൊണ്ട് ഇതിന് കാര്യമില്ല, അല്ലേ? എങ്കിലും ശബ്ദിച്ചേ മതിയാവൂ, ശബ്ദിക്കും എന്ന വാശിയിൽ അതൊരു പ്രതീകമായിട്ട് അദ്ദേഹം കാണിക്കുകയാണ്. ആരെ? ഇതെല്ലാം കണ്ടു നിൽക്കുന്നതിനോട് ഒരു കൊച്ചരിപ്രാവ്, അതായത് അത്രയും നിസ്സാരമായ ഒരു ജന്തു ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. ഈ സംഭവത്തോടുള്ള മുകുന്ദൻ്റെ പ്രതിഷേധമായിരുന്നു ഡൽഹി 1981 എന്ന കഥ. ഇത് ആ കൊച്ചിരിപ്രാവിൻ്റെ പ്രതിഷേധം പോലെ തന്നെയായിരുന്നു. അതായത് ഇപ്പോൾ ഒരാൾ പ്രതിഷേധിക്കുമ്പോൾ അതിനൊരു എന്താ പറയുക, ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ അതിനെന്തുണ്ട്? ശബ്ദമുണ്ട്, ആളുകളത് കേൾക്കും, ഭരണാധികാരികൾ അതിനെ മൈൻഡ് ചെയ്യും. അങ്ങനെയൊന്നും ആ സംഭവത്തെക്കുറിച്ച് ഉണ്ടായില്ല എന്ന വേദനയോട് കൂടിയിട്ടാണ് എം മുകുന്ദൻ ഈ കഥ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ്. ഇതിന് ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, താങ്ക്സ്.